എല്ലാവർക്കും നമസ്കാരം. ഒത്തിരി ഔഷധ ഗുണമുള്ള കറ്റാർ വാഴ എങ്ങനെ വീട്ടിനകത്തും പുറത്തും നമുക്ക് നന്നായിട്ട് തഴച്ച് വളർത്താൻ സാധിക്കും, അതുപോലെ തന്നെ അതിൻ്റെ ചെറിയ തൈകൾ എങ്ങനെ പെട്ടെന്ന് ഉണ്ടാവാൻ സാധിക്കും എന്നുള്ളൊരു വീഡിയോയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് പലരും ഞാൻ ഇട്ടിട്ടുള്ള പുതിയ വീഡിയോകൾ കണ്ടിട്ടില്ല. കാരണം അവരുടെ കമൻറ്റിൽ നിന്ന് എനിക്കത് മനസ്സിലായി. ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. നമ്മൾ അലോവേര ജെല്ല് വെച്ചിട്ട് അലോവേര ഫേസ് പാക്ക് തയ്യാറാക്കിയിരുന്നു. അലോവേര ഫേസ് പാക്ക് തലയിൽ അപ്ലൈ ചെയ്യാനും മുഖത്ത് അപ്ലൈ ചെയ്യാനും ഒത്തിരി നല്ലതാണ്. പിന്നെ ഈ ഫേസ് പാക്ക് വെച്ചിട്ട് എങ്ങനെ മുഖം വെളുക്കാം എന്നുള്ളതും നമ്മൾ ചെയ്തിരുന്നു. അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും ഒത്തിരി കമൻറ്റ് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ നമ്മൾ അലോവേര കട്ട് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിലൊരു കറയുണ്ട്, അതായത് ഒരു പശ, അത് കളഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നമുക്കത് ഇറിറ്റേഷൻ വരും, ചൊറിച്ചിലൊക്കെ ഉണ്ടാവും. അത് എന്തായാലും ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഇനിയും ആ വീഡിയോ കാണാത്തവർ ദയവായി കാണണം, അതൊന്ന് ട്രൈ ചെയ്യണം. അതുമാത്രമല്ല നമ്മൾ ചെയ്തിട്ടുള്ളത് അലോവേര വെച്ചിട്ട് ഒരു അടിപൊളി ജ്യൂസ് തയ്യാറാക്കിയിട്ടുണ്ട്. അത് വെയിറ്റ് ലോസ് കുറയ്ക്കാൻ വേണ്ടി മാത്രമല്ല, അതെല്ലാവർക്കും ശരീരത്തിന് ഒത്തിരി നല്ലതാണ്. അതും കൂടെ നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം. ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ പല സബ്സ്ക്രൈബേഴ്സും ഫ്ലാറ്റിലും മറ്റും താമസിക്കുന്നവരാണ്. അവർക്ക് വീടിന് പുറത്ത് വെച്ചിട്ട് അലോവേര വളർത്താനായിട്ട് സാധിക്കില്ല. അപ്പോൾ അങ്ങനെ വീട്ടിനുള്ളിൽ നമുക്ക് എങ്ങനെ അലോവേര വളർത്താം എന്ന് ആണ് നമ്മൾ ആദ്യം കാണിക്കുന്നത്. ഇത് ഞാൻ വീട്ടിനുള്ളിൽ വളർത്തിയിട്ടുള്ള അലോവേരയാണ്. നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും. ഇത് നന്നായിട്ട് താഴ്ച വളർന്നിട്ടുണ്ട്. മാത്രമല്ല ഇതിന് ധാരാളം ചെറിയ തൈകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിന് ചുറ്റും നിറയെ തൈകളുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളിത് മൺകലത്തിലാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട. ഇത് മൺകലത്തിലല്ലാട്ടോ, ഒരു കവറിലാണ് ഞാനിത് വളർത്തണത്. ഇത് കണ്ടല്ലോ, ഞാനിപ്പോൾ ഇത് പുറത്തേക്ക് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ മൺകലത്തിലേക്ക് വെക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ കവറിൽ വെള്ളം ഒഴിക്കുന്ന സമയത്ത് അതിൻ്റെ ഹോളിൽ കൂടിയൊക്കെ പുറത്തു പോകും. അന്നേരം നമ്മുടെ അകത്തൊക്കെ വെള്ളം നനഞ്ഞിട്ട് ആകെ ഒരു സുഖമില്ലാത്ത അവസ്ഥയാവും. അപ്പോൾ നമ്മളൊരു ചെറിയൊരു മൺകലത്തിലേക്ക്, അല്ലെങ്കിൽ ഇത് ഇറക്കി വെക്കാൻ പാകത്തിനുള്ള എന്തെങ്കിലും ഒരു പാത്രത്തിലേക്ക് ഇത് ഇറക്കി വെക്കണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ വെള്ളം പുറത്തു പോവില്ല. അപ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ട് അത് മെല്ലെ പുറത്തെടുത്തിട്ട് ആ വെള്ളം കളയാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ അതൊന്ന് ഉള്ളിൽ വളർത്തുന്നവർ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളിതിൽ വെള്ളം ഒഴിച്ചിട്ട് അവിടെയൊക്കെ വെള്ളം പോയി കഴിഞ്ഞാൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അത് വഴുക്കി വീഴാനൊക്കെ ഉള്ളൊരു സാധ്യത കൂടുതലാണ്. മാത്രമല്ല അവിടെയൊക്കെ അഴുക്കും ചെളിയൊക്കെ ആയിട്ടിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടാണ് ഇത് വേറൊരു പാത്രത്തിലേക്ക് ഇറക്കി വെക്കാനായിട്ട് പറയണത്. ഇത് കണ്ടല്ലോ നിങ്ങൾ, ഇതിന് ചുറ്റും നിറയെ തൈകളുണ്ട്. നല്ല കരുത്തായിട്ടുള്ള തൈകളാണിത്. ഇത് നിങ്ങൾക്ക് കാട്ടി തന്നതിന് ശേഷം പറിച്ചു വെക്കാൻ കരുതിയതാണ്. ഇത് ഞാൻ ഒത്തിരി നാളായിട്ട് ചെയ്യണ ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങളായിട്ട് ഇത് ഷെയർ ചെയ്യാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. നമ്മൾ ഇതിലേക്ക് ഒഴിക്കണത് ചായല വെള്ളമാണ്. അതായത് നമ്മൾ ചായല തിളപ്പിച്ചിട്ടുള്ള വെള്ളം. അത് ഞാൻ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നന്നായിട്ട് കരുത്തോടെ വളരുന്നു. മാത്രമല്ല ഒത്തിരി തൈകൾ നമുക്ക് കിട്ടും. നമ്മളൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യാനുസരണം വെള്ളം ആഡ് ചെയ്യണം. അതായത് കുറച്ച് വെള്ളം മതി. നമുക്ക് ഒരു തൈയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ചെറിയൊരു ഗ്ലാസ് വെള്ളം മതി. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ സ്പൂണ് ചായലപ്പൊടി ആഡ് ചെയ്യാം. ഫ്രഷ് ചായലപ്പൊടി ആയിരിക്കണം ആഡ് ചെയ്യേണ്ടത്. അല്ലാതെ ചായല ഉണ്ടാക്കിയതിൻ്റെ വേസ്റ്റ് ഇടാനായിട്ട് ശ്രമിക്കരുത്. ചായല വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇത്രയ്ക്കും റിസൾട്ട് കിട്ടില്ല. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് വെട്ടിത്തിളപ്പിക്കണം. നന്നായി തന്നെ വെട്ടിത്തിളപ്പിക്കണം. പിന്നെ ഇതിൽ പഞ്ചസാര ഒരിക്കലും ആഡ് ചെയ്യരുത്. ഇപ്പോൾ ഇത് നന്നായിട്ട് വെട്ടി തിളച്ച് കഴിഞ്ഞു. ഞാനിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയാണ്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് തണുക്കണം. തണുത്തതിന് ശേഷം ഇത് ആവശ്യാനുസരണം ഒഴിച്ചു കൊടുക്കാം. അതായത് നമുക്ക് ഒരു ചെടിയൊക്കെ ഉള്ളെങ്കിൽ നമുക്ക് ഈ ഗ്ലാസ് കൊടുക്കണം തന്നെ ഒഴിച്ചു കൊടുക്കാം. എനിക്കിപ്പോൾ ഇതിൽ നിറയെ ചെടികളുള്ളതുകൊണ്ട് ഞാൻ സാധാരണ സ്പൂൺ വെച്ചാണ് ഇതിലേക്ക് ചുറ്റും ഒഴിക്കാറ്. പിന്നെ ഒരിക്കലും അരിക്കരുത്. അരിക്കാതെ തന്നെ ചായല വേസ്റ്റ് അടക്കം നമ്മളിതിലേക്ക് ഒഴിക്കണം. ആഴ്ചയിൽ ഒരിക്കലാണ് ഇതേപോലെ ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ വെള്ളം ഒഴിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒന്നരാടം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതും ഒത്തിരി അധികം ഒഴിക്കരുത്. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം നമുക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കരുത്തോടെ വളരുമെന്ന് മാത്രമല്ല, ധാരാളം തൈകളുണ്ടാവും. ഇനി നമുക്ക് പുറത്ത് വളർത്തുന്ന കറ്റാർ വാഴയ്ക്ക് എന്തെല്ലാം വളങ്ങൾ ചെയ്യണമെന്ന് നോക്കാം. ഞാനിവിടെ
സാധാരണ ചെയ്യാറുള്ളത് എന്താണെന്ന് വെച്ചാൽ പഴത്തിൻ്റെ തൊലി, അതുപോലെ തന്നെ മുട്ടത്തോട്, ഉരുളൻകിഴങ്ങിൻ്റെ തൊലി, പിന്നെ ഇപ്പോൾ ചക്കയുടെ സീസൺ ആയതുകൊണ്ട് ചക്കമടലും എടുക്കാറുണ്ട്. അപ്പോൾ ഇതിലെല്ലാതും എടുക്കണം എന്നൊന്നുമില്ല, ഇതിൽ 1-2 ഐറ്റംസ് മാത്രമായാലും മതി. പിന്നെ കൂടുതൽ എന്തെങ്കിലും ചേർക്കണമെന്ന് എനിക്കറിയില്ല, ഇത് മാത്രമാണ് ഞാൻ ചെയ്യാറുള്ളത്. ഇപ്പോൾ പഴത്തൊലി 2-3 വേണമെങ്കിൽ എടുക്കാം, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതുപോലെ നേന്ത്രപ്പഴം വേണമെന്നില്ല, ചെറുപഴമായാലും മതി. പക്ഷേ പുഴുങ്ങിയ പഴം ഒരിക്കലും ആവരുത്. ചക്കമടൽ അധികം എടുക്കരുത് കേട്ടോ, ഇത്രയൊക്കെ എടുത്താൽ മതി നമുക്ക്. പിന്നെ മുട്ടത്തൊണ്ടും അതെ, അതുപോലെ ഉരുളൻകിഴങ്ങിൻ്റെ തൊലി ഇതിലേക്ക് കൂടുതൽ എടുക്കുക. എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു പ്രാവശ്യത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ സാധാരണ ഇത്രയാണ് ഞാൻ ഓരോ പ്രാവശ്യം എടുക്കാറ്. ഇനി നമ്മളിത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതെല്ലാം ചെറുതാക്കി കട്ട് ചെയ്യണം. അപ്പോൾ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിതിവിടെ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇടണം. അതായത് ഒരു പുതിയ പാത്രമൊന്നും വേണ്ട, നമ്മുടെ വീട്ടിലുള്ള പഴയ ഒരു പാത്രം, എന്നാലും നന്നായിട്ട് ടൈറ്റ് ചെയ്ത് അടച്ചു വയ്ക്കാൻ പറ്റിയ ഒരു പാത്രമായിരിക്കണം. അപ്പം നമ്മൾ അതിലേക്ക് ഇട്ടതിന് ശേഷം അതിലേക്ക് വെള്ളം ഒഴിക്കണം. ഇപ്പോൾ ഇതിൽ കുറച്ച് അളവുള്ളതുകൊണ്ട് ഞാൻ 1/2 ലിറ്റർ വെള്ളമാണ് ഇതിലേക്ക് ആഡ് ചെയ്യണത്. ഇത് പഴത്തൊലി 4-5 പഴത്തൊലിയും അതുപോലെ മുട്ടയുടെ തൊണ്ട് 3-4 മുട്ടയുടെ തൊണ്ടും ഉരുളൻകിഴങ്ങിൻ്റെ തൊലിയൊക്കെ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 1 ലിറ്റർ വെള്ളം ഒഴിക്കണം. ഇതിപ്പോൾ എല്ലാതും കുറച്ചേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ 1/2 ലിറ്റർ വെള്ളമാണ് ഇപ്പോൾ ഒഴിക്കണത്. നമ്മളിത് 1/2 ലിറ്റർ വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് അടച്ച് ടൈറ്റ് ചെയ്തിട്ട് വെക്കും. 3 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിത് തുറന്നെടുക്കുകയുള്ളൂ. 3 ദിവസത്തിന് ശേഷം ഇത് പതയൊക്കെ വന്ന് നുരഞ്ഞിരിക്കുന്നുണ്ടാകും. അപ്പോൾ നമ്മളത് ആവശ്യാനുസരണം അരിച്ചെടുക്കാം. ഇതിപ്പോൾ 3 ദിവസമായി, ഇതിപ്പോൾ കറക്റ്റായിട്ടുണ്ട്. ഇനി ഞാനൊരു അരിപ്പ് വെച്ച് അരിച്ചെടുക്കുകയാണ്. അപ്പോൾ അരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി അധികം കിട്ടും. അപ്പോൾ അത്രയ്ക്ക് ആവശ്യമില്ല നമുക്കിത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ആവശ്യാനുസരണം ഒഴിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ ഈ പാത്രത്തിലേക്ക് ഇട്ടിട്ട് അടച്ചു വെക്കണം. പിന്നീട് നാളെ നമുക്ക് ഇത് അരിച്ച് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ അതിലത്തെ വെള്ളമൊക്കെ കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിലേക്ക് വീണ്ടും 1/2 ലിറ്ററും കൂടെ വെള്ളം ഒഴിക്കണം. എന്നിട്ട് അടച്ചിട്ട് 3 ദിവസം മാറ്റി വയ്ക്കണം. അതിനുശേഷം വീണ്ടും ഇതുപോലെ ഉപയോഗിക്കാം. പിന്നീട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല, അത് കളയാം. പിന്നീട് നമുക്ക് വീണ്ടും പഴത്തൊലിയും അതുപോലെ തന്നെ ഉരുളൻകിഴങ്ങും മുട്ടയുടെയൊക്കെ തൊണ്ടൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് വീണ്ടും ഇതുപോലെ തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് തഴച്ച് വളരുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ ഇതിൽ ചക്കമടൽ വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഇപ്പോൾ ചക്കയുടെ സീസൺ ആയതുകൊണ്ട് ഞാനത് ചെയ്യാറുണ്ട്. അപ്പോൾ ചെയ്തപ്പോൾ നല്ല റിസൾട്ടാണ്, അതുകൊണ്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾക്കിതുമായി ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നന്ദി, നമസ്കാരം.